നിങ്ങൾക്ക് എൻ്റെ അനിയനെ ഓർമ്മയുണ്ടോ? എൻ്റെ അപ്പാവിയായിട്ട് അവനും കൊല്ലപ്പെട്ടു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപേ മരിക്കാൻ തയ്യാറായോ? ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയല്ലേ. നിങ്ങൾ മറുപടി പറഞ്ഞാൽ എല്ലാ പ്രശ്നവും ശരിയാകും. ഉസു രാജ്യത്തിൽ നിന്ന് മഹാരാജാവ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുവാൻ വേണ്ടി ബഹുദൂരം യാത്ര ചെയ്തു വന്നിരിക്കുകയാണ്. ഖൗസോങ് നാട്ടിൽ നിന്നും കുതിരവണ്ടികൾ മഹാരാജാവിനായുള്ള സമ്മാനങ്ങൾ ചുമന്നുകൊണ്ട് നഗരത്തിലേക്ക് പ്രവേശിച്ചു. ക്യാവോ നാട്ടിൽ നിന്നും വിലമതിപ്പുള്ള 2 പട്ടുവസ്ത്രങ്ങൾ, പച്ചനിറത്തിലുള്ള കല്ലുകൾ പതിച്ച ആഭരണങ്ങൾ. ഖേസ്ഹരി നാട്ടിൽ നിന്നും കൊത്തുപണികളോടുകൂടിയ പെട്ടികൾ, 60 കരിങ്ങാലി കഷ്ണങ്ങൾ, 60 രക്തചന്ദന മരങ്ങൾ. ടോൺജിക് നാട്ടിൽ നിന്നും വിലമതിപ്പുള്ള മൂലികകൾ, മൈലാഞ്ചി, ഒപ്പം 10 കുപ്പി അത്തറുകൾ. നീഡിൽ നാട്ടിൽ നിന്നും പവിഴങ്ങൾ, മുത്തുമാലകൾ, ഒപ്പം സ്വർണം, വെള്ളി ആഭരണങ്ങൾ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, സറാഹ് നാട്ടിൽ നിന്നും ഒരു പെട്ടി നിറയെ അംബർഗ്രീസ്, തേൻ, ഒപ്പം കുങ്കുമപ്പൂവ്. ദളീദോ നാട്ടിൽ നിന്നും 8 വെള്ളക്കരടികൾ, 10,000 സ്വർണ്ണ നാണയങ്ങൾ. ധർവിൻ നാട്ടിൽ നിന്നും ഉയർന്നതരം ചന്ദനം കൊണ്ടുള്ള വസ്തുക്കൾ, ഒപ്പം 2 ബുദ്ധ വിഗ്രഹങ്ങൾ. നേപ്പോൺ നാട്ടിൽ നിന്നും 20 സംഗീതജ്ഞർ, ഒപ്പം 60 മുതലത്തുകൽകൾ. അന്നാൻ നാട്ടിൽ നിന്നും 6 വെള്ളയാനകൾ, 6 വെള്ളക്കുരങ്ങുകൾ. അന്ന് ആ നാടിന്റെ അവസാനത്തില് ആ നാട് തകരുമെന്ന് കേട്ടു. അവരോട് കരം വേണ്ട എന്ന് പറഞ്ഞില്ലേ? അവർക്കും യുഗ് സാമ്രാജ്യത്തിற்கும் യുദ്ധം നടക്കാൻ പോകുന്നു. നിങ്ങൾ അവർക്ക് ഒരുപാട് വലിയ ഉപകാരം ചെഞ്ഞു കൊടുത്തത്, അതുമാത്രം അവർ താക്ക് പിടിച്ചത്. അതിന്റെ കാര്യമായിട്ട് വളരെ നന്ദിയായിട്ട് അവർ പൈസ ഏൽപ്പിച്ചു വിട്ടത്. വലിയ സന്തോഷം. നാട്ടിൽ നിന്നും 7 മുത്തുകിരീടങ്ങളും കൊടുത്തയച്ചിട്ടുണ്ട്, 40 പഞ്ചവർണ്ണ തത്തകൾ. ഒപ്പം കഴിഞ്ഞ വർഷം വില കൂടിയ വസ്തുക്കൾ കൊടുത്ത അവർ അതെ, ഇപ്രാവശ്യം കുറെ പക്ഷികളെ അയച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ അമിതി നിലവ് ചില കാര്യങ്ങൾ ഏറ്റണം. ഇവളെന്നെ നന്നായിട്ട് നോക്കും. ഇവിടെ ഉള്ളത് കൊണ്ട് മറ്റൊന്നും ഞാൻ കേൾക്കാറില്ല. ആ ഇളവരസി ഭഗവാൻ കൊടുത്ത പരിസാണ്. അവളുടെ അമ്മ മൊത്ത സാമ്രാജ്യത്തിലും ഏറ്റവും വലിയ ആൾക്കാർ. അവർന്ന് പട്ടുടുത്തി നടന്നു വന്നാലേ ആ ഇടം മുലുക്ക നറുമണമായിട്ട് തികഴും. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ മകൾ ടൊറന്റോസ് ജനിച്ചതിന് ശേഷം അവളെ ദൈവം മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതാ അവിടെ അവിടെ. ഓ അയ്യോ,
എന്തിനാ നീ കരയുന്നേ? ഇതൊരു ചെറിയ വീഴ്ചയല്ലേ? കരയാതെ മോളെ, ഇങ്ങോട്ട് നോക്ക്. നിന്റെ അച്ഛൻ അതിന് 2 കൊടുത്തു, പോരെ? ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്ക്. എന്നെ ക്ഷമിക്കൂ രാജാവേ. ഈ സ്ഥലത്തിന്റെ പേര് മോൾവിയ. ഇതൊരു ചെറിയ രാജ്യമാണ്. ഇതുവരയ്ക്കും നമ്മുടെ രാജ്യത്തിൽ അവർ ഏത് കൂട്ടായ്മയിലും ഒത്തുചേർന്നില്ല. എന്റെ മോൾക്ക് വേണ്ടി ആ വിരി ഞാൻ ശരിയാക്കും. എന്റെ മോളിന് കരയരുത്. എത്രയും പെട്ടെന്ന് മാറ്റിയിട്. ശരി രാജാവേ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. പെട്ടെന്ന് എല്ലാ ഏർപ്പാടും നടക്കട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. ഞങ്ങളുടെ രാജാവേ, ഭൂപടത്തിനെ മുഴുവയാക്കാൻ ഉത്തരവിടുന്നു. നിറവേറ്റിയേക്കാം. നിൽക്കൂ, എല്ലാരും നിൽക്കൂ. കൂട്ടുകാരെ, നമുക്കൊരു വലിയ യാത്ര പോകണം. എന്ന് വെച്ചാൽ ശുദ്ധജലം കുടിക്കാൻ പോവാണെന്നാണോ? പോകുന്ന വഴി 4 ദിശയിലും പച്ച വിതച്ചിരിക്കും. ആ ലോക പെണ്ണുങ്ങളെല്ലാം സുന്ദരമായിട്ടിരിക്കും. പിന്നെ എന്തിനാ കാത്തുകൊണ്ടിരിക്കുന്നത്? വാ പോകാം. മാൽവിയ ഒരു ചെറിയ ഭംഗിയുള്ള നാട്. പല വർഷങ്ങളായിട്ട് അവർ 3 വളകളാണ് കാത്തുകൊണ്ടുവരുന്നത്. ആ 3 വളകളും ഭംഗിയും ശാന്തതയും പിന്നെ ശക്തിയോടെയുമാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് അത് കണ്ടുവരുന്നത്. ആ 3 വളകളും ഒരുമിച്ച് ഒരു ദിവസം ഒന്നാക്കിയാൽ അതിൽ ഈ പ്രപഞ്ചത്തിലും വെച്ച് ഏറ്റവും നല്ല ഒരു ശക്തി വരുമെന്ന് രാജാവിന്റെ കുടുംബത്തിലെ പണ്ടേ ആൾക്കാർ അന്നേ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത് കാരണം ഒരു വൃത്തികെട്ട ശാപവും ഉണ്ടാകും. കണ്ടോ, കാലിഫിന്റെ കഴിവ് ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. കലാഫ്, കാലിന് ശക്തി കൂട്ട്. രാജകുമാര, നിങ്ങൾ ഈ വാളുകൊണ്ട് ഇങ്ങനെയാണ് വെട്ടേണ്ടത്. എതിരാളികൾ നമ്മളെ ആക്രമിക്കാതെ നാം സ്വയം കാത്തുകൊള്ളണം. നിൽക്ക്. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാരും തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ആരംഭിക്കാം. ആക്രമിക്ക്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? മാൾവിയാനെ ഉടൻ തന്നെ അവർ ആക്രമിക്കാൻ പോകുന്നു. എന്ത്? മുന്നോട്ട് പോകൂ.
അല്ല, ഇതെന്താണ്? മഹാരാജാവ് എഴുന്നള്ളുന്നു. ശരി, ഇന്ന് ആരുടെ ജന്മദിനമാ? പറ. എന്റെ ജന്മദിനം. അങ്ങനെയോ? ഇങ്ങോട്ട് നോക്ക്, ഇതെല്ലാം എന്റെ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. നോക്കുമ്പോൾ എത്ര വലിയ വെറുതെ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് അവന്റെ പിറന്നാളാണ്. അത്ര പരിസ്ഥിതി അവര് സുഖമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? അവനിക്ക് എത്ര ഇഷ്ടം കണ്ടോ? ഓ, കൊച്ചിമാർക്ക് എത്ര ഇഷ്ടം കണ്ടേ. വലയിൽ ഇട്ടത് എത്ര സുന്ദരമായിട്ടുണ്ട്. അച്ഛാ, ഇത് നിങ്ങൾക്ക്. എനിക്കിതെല്ലാം എന്തിനാണ് മോളെ? ഇങ്ങെടുക്ക. ആ, കൈ കാണിക്ക്. എങ്ങനെയുണ്ട്? ഇതാ കണ്ടല്ലോ. ഇപ്പോഴാണ് സുന്ദരിയായത്. എനിക്ക് വേദനിക്കുന്നു. എനിക്ക് വേദനിക്കുന്നു. വേദനിക്കുന്നു. എന്ത് പറ്റി മോളെ? എന്തു പറ്റി? വേദനിക്കുന്നു. എനിക്ക് വേദനിക്കുന്നു. അച്ഛാ, ഇത് ശരിയായതല്ല. അത് എത്രയും പെട്ടെന്ന് ഊര്. എനിക്ക് അഴിക്കാൻ പറ്റുന്നില്ല മഹാരാജാവേ. എനിക്ക് വേദനിക്കുന്നു. അവളുടെ വികാരമായി. അവർ നോക്കി. എന്റെ പെണ്ണേ, കൊച്ചിനിക്ക് എന്തായി? ഇളവരസിന്റെ കാണാൻ പറ്റില്ലല്ലോ. ഈ വാള് കൊണ്ടതിന് വെട്ടി അതെടുക്ക്. ഈ 3 വളകളും രാജകുമാരിയുടെ കയ്യിൽ പറ്റിച്ചേർന്നിരിക്കുന്നു. ഇനി കൈ വെട്ടുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇതിലെന്തോ ശക്തിയുണ്ട്. അയ്യോ രാജകുമാരി, എന്തു പറ്റി? അതെ അതെ, അത് വാങ്ങാൻ വന്നതാണ്. നീ എന്തിങ്ങോട്ട്? ഒരാൾ ഒട്ടകപ്പുറത്ത് പോകുന്നുണ്ടോ? ആ സാധനം ഞാൻ വാങ്ങിയാലോ ആലോചിക്കുന്നു. അയ്യോ മാസ്റ്റർ ജോയോ, നിങ്ങൾ തിരിച്ചു വന്നോ? നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് 2 വർഷമായി. സൺസി, അവസാനം നീ വന്നു അല്ലേ? വാ ലൂയർ. എന്തു പറ്റി? ഇത്രയും ദിവസം എവിടെയായിരുന്നു? പാവം, ഇവളുടെ അമ്മ അസുഖം കാരണം മരിച്ചുപോയി. ലൂയർ, ഇതാണ് നിന്റെ അച്ഛൻ. ലൂയിയർ, ഞാനാണ് നിന്റെ അച്ഛൻ. അച്ഛൻ വീട്ടിലേക്ക് വന്നു. എനിക്ക് അമ്മ വേണം. മഹാരാജ, താങ്കൾ എവിടെ പോയിരുന്നു? ഈ യുദ്ധത്തെ പറ്റിയുള്ള രഹസ്യങ്ങളെ കുറിച്ച് അറിയാനായി സ്വർഗം വരെ പോയിട്ട് വന്നു. എന്തെങ്കിലും കിട്ടിയോ? ഈ 3 വളകളും അടുത്ത നാട്ടിലുള്ളതാണ്. 3ഉം തനിയായിട്ടിരിക്കുന്നത് നല്ലതാണ്. 3ഉം ഒന്നു ചേർന്നാൽ എന്തെങ്കിലും പ്രശ്നം വരും. ഇതിന് പിന്നിൽ വേറെ എന്തോ ഉണ്ട്. അതിലാണ് മഹത്വമുള്ളത്. ഈ വള എങ്ങനെ ഊരിയെടുക്കും?
രാജകുമാരിക്ക് 15 വയസ്സാകുമ്പോൾ അവളുടെ കമിതാവുമായി ഈ ശാപത്തെ പോക്കാനായി കഴിയും. അതേസമയം ആരെങ്കിലും അഴിക്കാൻ തുനിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അതുകൊണ്ട് ജീവൻ പണയം വെച്ചായാലും ആപത്കരമായ ഈ കാര്യം ചെയ്തേ മതിയാകൂ. അപ്പോൾ ഞാൻ അത്രയും വർഷം കാത്തിരിക്കണമോ? എന്നാൽ ഇത്രയും വർഷം ഞാൻ... മറ്റൊരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേ മതിയാകൂ മഹാരാജാ. പറ. രാജകുമാരി വളരുന്നതനുസരിച്ച് ആ വളകൾ രാജകുമാരിയുടെ രക്തം കുടിക്കാൻ ആരംഭിക്കും. ഇവരുടെ മനസ്സും ആത്മാവും തണുത്തുറഞ്ഞു പോകും. രാജകുമാരിക്ക് 18 വയസ്സാകുമ്പോൾ ഈ ശാപം അവളുടെ ആത്മാവിനെ വശത്താക്കും. രാജകുമാരിക്ക് വിഭ്രാന്തി വരും. എനിക്ക് എങ്ങനെ തോന്നുന്നു എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? മഹാരാജാ, തന്നെ കൊന്നുകളയും. രാജാവി, വിജയാർച്ച സമയമെത്തി. എന്തിന്? പടക്കം പൊട്ടിക്കാൻ സമയം. ഇന്ന് യുവരാണി ടൊറന്റോയുടെ ജന്മദിനമാണ്. നീ ആരാ? നീ എവിടെന്നാ വരുന്നേ? നിന്റെ അച്ഛനമ്മയ്ക്ക് എവിടെയാ? അവര് നിന്നോടൊപ്പം ഇല്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല. നിന്റെ പേരെന്താ? അവന്റെ പേരാണോ? അവന്റെ പേര് നിൽ. അവന്റെ കണ്ണ് കണ്ടില്ലേ? അവന്റെ കണ്ണുകൾക്ക് നീല നിറമാ, അതുകൊണ്ടാണ് നിൽ. രാജകുമാരി നോക്കൂ, ആകാശത്തിൽ വെടിക്കെട്ട് നടക്കുന്നു. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഹേയ്, നിൽ. ഹേയ്. നിന്റെ മുഖം നോക്ക്. ഇതാണ് എന്റെ അടുത്തുള്ള അവസാനത്തെ ഗൺ പൗഡർ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇത് രഹസ്യമായ സ്ഥലമാണ്. ഇവിടെ നിറയെ വെടിമരുന്നുണ്ട്. ശരി, അതെ, അവിടെ ആരും വരുന്നുണ്ടല്ലോ. ഇവരാണ് ഈ സ്ഥലത്തെ പ്രധാന തലവൻ. വെടിക്കെട്ട് നടത്തുന്നതാണ് രാജകുടുംബത്തിന്റെ ശൈലി. അത് ഭയങ്കര രഹസ്യമായിരിക്കണം. ഇദ്ദേഹത്തിന്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ടാകും. ശൗചാലയത്തിൽ പോയാലും ശ്രദ്ധ ഇവിടെ ഉണ്ടാകും. ആരെങ്കിലും മോഷ്ടിച്ചാൽ അവരുടെ കണ്ണ് ചൂർന്നു കളയും.
ഇദ്ദേഹം ശരിക്കും കഴിവുള്ള ഒരാൾ തന്നെയാണ്. പെട്ടെന്ന് വാ. പിടിക്കവരെ വിടരുത്. വേഗം. എവിടെ പോയാലും അവരെ വിടരുത്. പിടിക്കവരെ വേഗം. പിടിക്കവരെ വിടരുത്. വേഗം. എവിടെ പോയാലും അവരെ വിടരുത്. വേഗം പോ. ചാടുന്നൊന്ന് കുറഞ്ഞ പോലെ പിടിക്കണം. വളരെ നന്ദിയുണ്ട്. ഈ വഴി വാ. ഈ ഭാഗത്തോട്ട് വാ. വേഗം വാ. ചാടി പിടിക്കണമെന്ന്. ഈ ഭാഗത്തൊരു ഗുഹയുണ്ട്. എവിടെ എത്തുമെന്ന് അറിയില്ല. വാ പോകാം. ആർക്കറിയാം. രാജകുമാരി, ബോയൻ വന്നിരിക്കുന്നു. എന്തിനാ വന്നിരിക്കുന്നേ? നിങ്ങൾ ഇവിടെ തനിച്ചിരിക്കുന്നത് മഹാരാജാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാൾ യുദ്ധം പറഞ്ഞു തരാനായിട്ടാ എന്നെ അയച്ചേക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. ഇത് രാജാവിന്റെ ഉത്തരവാണ്. ആദ്യം നിങ്ങൾ ആക്രമിക്കൂ. നിങ്ങളുടെ വാളെവിടെ? എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? നാളെ നിങ്ങൾക്ക് പുതിയ തന്നെ കിട്ടിയത്. എന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയാണ്. നിങ്ങളുടെ പ്രയത്നം വളരെ വേഗതയാണ്, പക്ഷേ വാൾപയറ്റിൽ കുറച്ചുകൂടെ വേഗത വേണം. നിങ്ങൾ ആക്രമിക്കുന്നതും ശരിയല്ല. ശത്രുവിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ അറിയില്ല. നിങ്ങളുടെ കാലുകളിൽ ബലമില്ല. ആഹാ, നമ്മളിപ്പോ എവിടെയാണ്? വരൂ, വാ, വേഗം വാ. വാവ്, മനോഹരമായ സ്ഥലം. നിങ്ങൾക്ക് വാൾപയറ്റ് മാത്രമല്ല, എങ്ങനെയാ ഇരിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിർത്ത്. ഒരാണായിരുന്നിട്ട് ഒരു പെണ്ണിനെ ആക്രമിക്കുന്നല്ലോ. നിനക്ക് നാണം തോന്നില്ലേ? എനിക്ക് ഈ പയറ്റ് അറിയാം. ആരാ ഇത് പറഞ്ഞു തന്നത്? അത് നീ അറിയേണ്ട ആവശ്യം. ഇതറിയുന്നത് തന്നെ എന്റെ പണി. ചോദാ, ഞങ്ങളുടെ രണ്ടുപേരുടെയും മാസ്റ്റർ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എത്ര കരുത്തുണ്ട് ഇപ്പൊ നോക്കാം.
ശാപമുള്ള 3 വളകളോ? ഇവര് രണ്ടുപേര് എങ്ങനെ ഇങ്ങോട്ട് എത്തിയത്? പറയേ സൈന്യങ്ങളെ, ഇവര് രണ്ടുപേരെ കൊണ്ടുപോയി കൊന്നേക്ക്. എത്ര ധൈര്യമാ നിങ്ങൾക്ക്? ഇവരെന്റെ ആൾക്കാരാണ്. യുവറാണി, ഞങ്ങളെ ക്ഷമിക്കൂ. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്കിപ്പോ പോയേ പറ്റൂ. ഇനി മുതൽ നിങ്ങൾ എന്നെ പരിശീലിപ്പിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതെനിക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും വരില്ല. തീരുമാനം നിങ്ങളുടേത്. ഏയ് മിൽ, എന്തു പറ്റി? ഇവരാണ് രാജകുമാരി ടോറന്ററ്റ്. അവരുടെ ദേഷ്യം കാണുമ്പോഴേ അറിയാം. എനിക്ക് അവളെ അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സഹായിക്കാം. നീ വരില്ല എന്ന് ഞാൻ കരുതി. വരാൻ പാടില്ലെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെന്തിനാ വന്നേ? എല്ലാം നിങ്ങളെ കാണാൻ വേണ്ടിയായിരുന്നു. നീ എങ്ങനെ അകത്തേക്ക് വന്നു? അത് അവിടെ ഒരു ഗുഹയുണ്ട്. ഞാൻ അതുവഴിയാ വന്നേ. ഇവിടേക്ക് രാജാക്കന്മാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. എനിക്കും രാജകുടുംബത്തിലെ ഒരു ഭാഗമാകാലോ. നിന്റെ പേരെന്താ? എന്റെ പേര് നീലാണ്. എന്റെ കണ്ണ് നീലയായിട്ടില്ലേ, അതുകൊണ്ടാ പേര്. ശരി പറയേ, നീലെന്ന് വെച്ചാ എന്താ? അതൊരു ചെറിയ പൂവാണ്. അത് നീല നിറത്തിലായിരിക്കും. ആ പൂവിനെ ഓർമ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. എനിക്ക് സമയമായി. നീയും തിരികെ. നിനക്കെന്നെ കാണാൻ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഓർമ്മ വെച്ചോ, പൂർണ്ണചന്ദ്രനൊപ്പം വരരുത്. നിൽക്ക്. നിനക്ക് വെടിയുണ്ടാക്കാൻ അറിയാമോ? ഞാനിപ്പോഴാ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. കുറച്ചൊക്കെ അറിയാം. തീർച്ചയായും ഒരു ദിവസം ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വെടിക്കെട്ട് ഞാനായിരിക്കും ഉണ്ടാക്കുക. എനിക്ക് വെറും പ്രകാശമേ കാണാൻ സാധിക്കുള്ളൂ. നിന്നെ കൊണ്ട് നിറങ്ങളെ കാണാൻ കഴിയില്ലേ? നിനക്ക് വേഗത കൂടുതലാണ്. നിന്റെ വാൾ പരിശീലനവും കൊള്ളാം. ഇതിന് കാരണം ആ വളകളല്ലേ? നീ മികച്ചവളാണ്. ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് മാസ്റ്റർ എന്ന് വിളിക്കും. ഇപ്പൊ വേണമെങ്കിലും നിനക്ക് വിളിക്കാം.
പറ്റി? സൂക്ഷിച്ചു പതുക്കെ എനിക്ക്. ഞാൻ പെട്ടെന്ന് എവിടെയോ വേറെ ലോകത്തേക്ക് പോയിട്ട് വന്ന പോലെ. ഈ വളകൾക്ക് ശക്തി കൂടുതലാണ്. ഞാനിത് വെറുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട്? എന്നെ സംബന്ധിച്ചതൊരു ശാപമാണ്. ഞാൻ ഇവിടെ എത്തി. സമയമായി കഴിഞ്ഞു. കുറച്ചു നേരം ക്ഷമിക്കൂ. നീ തന്നെ അത് മനസ്സിലാക്കൂ. എന്ത് പറ്റി? ഇല്ല, എന്ത്? ഞാൻ നിനക്ക് ആവശ്യമുള്ള എല്ലാം തന്നതാ. എന്നെ മായമായിട്ട് നീ മറയിപ്പിക്കുമെന്ന് പറഞ്ഞതല്ലേ? ഇനിയും എന്നാ എനിക്ക് ശക്തി വരാതെ? ഇനിയും അതിനുള്ള നേരമായില്ല. കുറച്ചു കാലം കൂടി കാത്തിരിക്കൂ യുവരാജ. എന്താ പറഞ്ഞ? ഇനിയും സമയമായില്ലെന്നോ? നിനക്കറിയാമേലേ, ഒരു കാലത്ത് സിംഹം എന്ന് പറഞ്ഞ നമ്മുടെ രാജാവ് ഇന്ന് വെറും ആടായിട്ടായിരിക്കുന്നേ. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് പറയൂ. ഈ നാടിന്റെ അധികാരം നിനക്ക് ലഭിക്കാൻ പോവുകയാണ് ഒരു യുവരാജ. രാജകുമാരി ടൊറൻഡോട്ട് മഹാരാജാവിന്റെ ഒരേ ഒരു പുത്രിയാണ്. രാജകുമാരിയെ നീ വിവാഹം കഴിച്ചാൽ ഈ സാമ്രാജ്യം തന്നെ നിനക്കാണ്. ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? നീ കാരണം എന്ത് പ്രയോജനം? നീ എനിക്ക് സത്യം ചെയ്തു തന്നത് എന്താ ഇതുവരെ നടക്കാത്തെ? എന്റെ ദൂതന്മാർ പുതിയൊരു സന്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. മാൾവിൻ രാജകൊട്ടാരത്തിന്റെ രഹസ്യമാണത്. അവരുടെ ഹൃദയം വലതുഭാഗത്താണുള്ളത്. ഞാൻ എപ്പോഴും മാസ്റ്ററിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച് സേനാധിപതിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഒഴിഞ്ഞു മാറിയേക്കും. ആ സേനാപതി മോശക്കാരനാണെന്ന് അച്ഛൻ പറഞ്ഞു. കൊട്ടാരത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. ഞാൻ സൂക്ഷിച്ചാണ് പോയി വരുന്നത്. മാസ്റ്റർ, ഞാൻ പുറത്തേക്ക് പോവാണ്. ഇനിയും കഴിച്ചില്ലേ? ഞാൻ പോവാണ്. എന്താ, ഉത്സവത്തിനുണ്ടാവില്ലേ? വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് വന്നേക്കും. ഏയ്, ഇവിടെ നോക്ക്. നോക്കി സൂക്ഷിച്ചു പോകൂ. പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? രാജകുമാരി ടൊറൻഡോട്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളെന്തിനാ കെട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങളെന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഒന്നും മിണ്ടാതെ ആദ്യം ഇവിടുന്ന് പോ. എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങളെ ദ്രോഹിക്കാൻ അവരാരാണ്? നിങ്ങളുടെ വളകളിൽ എന്താ പറ്റിയത്? നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ? ഞാനാണ് എന്നെ കെട്ടിയിടാൻ പറഞ്ഞത്. എന്തിനായിരുന്നു അത്? എന്നെ ഈ അവസ്ഥയിൽ നീ കാണരുതെന്ന് ഞാൻ കരുതി. ടൊറൻഡോട്ട്, നിങ്ങളുടെ കണ്ണുകൾ ഇവിടുന്ന് പോ. രാജകുമാരി, ഞാനാണ് നീൽ.
ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇനി ഒരിക്കലും നീ ഇവിടെ വരരുത്. ഇവിടുന്ന് പോയിക്ക്. ശരി, ഞാൻ പോയേക്കാം. ഞാൻ പോവാണ്. നീ ഇനി ഈ വശത്തേക്ക് വരരുത്. ഇങ്ങനെ കാണാൻ എന്റെ വീട്ടിലല്ലേ നീ സൈനികനായതുകൊണ്ട് എന്നെ അവഗണിക്കുകയാണോ? എന്നെ ശല്യം ചെയ്യല്ലേ, ഞാനിപ്പോ ജോലിയാണ്. ഒഴിവ് സമയം കിട്ടുമ്പോൾ ചന്തയിൽ വന്ന് എന്നെ ഒന്ന് കാണോ? ശരി. മഹാരാജാവ് എഴുന്നള്ളുന്നു. അച്ഛാ, റാംബോയുടെ നാട്ടിലേക്ക് യൂട്ടാങ് വന്നു എന്ന് കേട്ടു. 6 മാസം മുൻപേ വരെ ലാംബോ നാട്ടിന്റെ രാജകുമാരൻ കല്യാണത്തിന് തയ്യാറായില്ലല്ലോ. എന്താ മോളെ ഇങ്ങനെ? അത് ലാംബോ നാട്ടിലെ ചെറിയ രാജകുമാരി. എത്രയോ രാജകുമാരന്മാർ മരിച്ചു കഴിഞ്ഞു. ഈ കടങ്കഥയ്ക്ക് ആർക്കും ഉത്തരം അറിയില്ല. ഞാനൊരു കാര്യവും വിട്ടുകളയാൻ തയ്യാറല്ല. ഞാനൊരു ചാരനെ അയച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ എല്ലാ നാട്ടിലേക്കും പോയിട്ടുണ്ട്. ഈ ശാപം തന്ന ഒരുത്തൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ലൂസിയ, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയത്? എനിക്കിത് താഴേന്ന് കിട്ടിയതാ. എന്റെ അടുത്ത് നുണ പറയോ? ഹേയ്, ഉള്ള ജീവിത സമാധാനത്തോടെ ജീവിക്കാൻ നിനക്കറിയില്ലേ? അയ്യോ, ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ? ലൂസിയ, നമുക്ക് സ്വന്തമില്ലാത്ത പണം ചെലവാക്കാൻ നമുക്ക് അവകാശമില്ല. ഇല്ല. ലൂസിയ, നിക്ക്. നീ ഇനി ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞാ ഇത് നിനക്കുള്ളതാണ്. നല്ല രസമുണ്ടോ? കൊള്ളാം. പന്തയം കെട്ടാവാ. ലോബീസ് രാജ്യത്തിലെ മഹാരാജൻ വളരെ എളിമയുള്ളവനാ. അദ്ദേഹത്തിന്റെ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാൽ മഹാരാജന്റെ മരുമകനാകാം. ഈ അവസരം കൈവിട്ട് കളയരുത്. 1 നിന്ന് 100 വരയ്ക്കും വാതുവയ്ക്കാം. 100 കഴിവിന്റെ പേരിൽ ആവശ്യമില്ലാതെ കുടുങ്ങാൻ പോകുകയാണ്. ഇവരുടെ ഇളവരസർ യുത്താങ് എനിക്ക് അവർ വളരെ ഇഷ്ടമായി. എന്താ? എനിക്ക് അദ്ദേഹത്തിന്റെ അരയിലുള്ള വാളാണ് ഇഷ്ടപ്പെട്ടത്.
അവനെ പിടിക്കൂ. നിക്കവിടെ. മാറി നിക്ക്. നിക്കാടാ പറഞ്ഞത്. ഏയ്, ഇതിനെ പിടിക്കടാ. ഓട്. നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്റെ കുറുവാൾ തിരിച്ചു തരൂ. ആ വാള് തന്റേതാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ആ വാൾ എൻ്റെ അടുത്ത് തരൂ. നിങ്ങളുടെ ആ ഓറ തരൂ. ഇപ്പിതെ പിടിക്കേ. ലൂസിയ, ഇവിടെ വാ. നല്ല കാലം നിങ്ങളിവളെ കണ്ടെത്തി. നിങ്ങൾക്ക് നന്ദി. ഇവര് നിങ്ങളുടെ കാമുകിയ? ഇല്ല, ഇവളെൻ്റെ അനിയത്തിയാണ്. എന്താ? സഹോദരിയോ? ഞാൻ നിന്റെ സഹോദരിയാണോ? പോകാം. പറയുന്നില്ല. ഏത് നാടാ? കണ്ടാൽ ഈ നാട്ടുകാരനെ പോലെ അല്ലെന്ന്. എനിക്കിതിനെക്കുറിച്ച് ഓർമ്മയില്ല. എൻ്റെ മാസ്റ്റർ ഞാൻ ചെറുപ്രായത്തിലുള്ളപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണോ? ഈ സ്ഥലം നല്ല മനോഹരമാണ്. സത്യത്തിൽ പാരമ്പര്യം കൂടിയുമാണ്. ഇതൊരു വിഷയമേ അല്ല. ഇതിനേക്കാളും നല്ല സ്ഥലം ഒരുപാടുണ്ട്. ഈ സ്ഥലം നിശബ്ദമാണ്. രാത്രി ഇവിടെ എല്ലാവരും വിശ്രമിക്കാൻ പോയേക്കും. ഈ വെടിക്കെട്ടിൻ്റെ രഹസ്യം രാജകുമാരിയെ കെട്ടുന്നവർക്ക് സമ്മാനമായി നൽകും. ഭാഗ്യമരം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. തീർച്ചയായും ചെയ്യാം. പൂരത്തിനു മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും മത്സരാണികൾക്ക് യുവറാണിയെ കാണാൻ ഒരു സന്ദർഭം കിട്ടൂലേ? സത്യമാണ്. ശരിക്കും അവൾ സുന്ദരിയാണോ? അതിമനോഹരിയാണ്. നീ അവളെ കണ്ടിട്ടുണ്ടോ? ഒറ്റ പ്രാവശ്യം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ. ഓ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളോട് പ്രേമമാണോ? എന്തു ചെയ്യാനാ, വിധി ഞങ്ങളെ വേർപെടുത്തി. എനിക്കൊരു അനിയനുണ്ടായിരുന്നു. അവനും നിന്നെ പോലെ ടോറിനോട് ജീവനാണ്. കൊല്ലം തുടങ്ങുമ്പോൾ തന്നെ അവൻ മരിച്ചു. നീ സമ്മതിച്ചാൽ നമ്മൾ സഹോദരനാവാം. തീർച്ചയായും. പ്രകാശം തരുന്ന സൂര്യനെ പോലെ ഇന്നത്തെ ദിവസവും വളരെ നന്നായിരിക്കുന്നു. പ്രകാശം പരക്കുന്നു. നിൽക്കൂ. ആയുധങ്ങൾ ഇവിടെ വെക്കണം.
യുവരാണി ടോറന്റാൻ, മത്സരാർത്ഥിയുടെ യുവരാണിക്ക് എന്റെ പ്രണാമം. തങ്ങളെ കണ്ടതിൽ സന്തോഷമാണ്. എന്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണയം വയ്ക്കാൻ പോവാണ്. അതുകൊണ്ട് യുവരാണി തങ്ങളുടെ ഒരു അപേക്ഷ വയ്ക്കും. നിങ്ങൾ ഭൂലോക സുന്ദരിയാണ് കേട്ടിട്ടുണ്ട്. ആ സൗന്ദര്യം കാണാൻ എനിക്ക് കൊതിയാണ്. അതിനുശേഷം പന്തയത്തിൽ എന്റെ ജീവൻ വിടാനും ഞാൻ തയ്യാറാണ്. തീർച്ചയായും. നിങ്ങൾക്ക് എന്റെ അനിയനെ ഓർമ്മയുണ്ടോ? എന്റെ അപ്പാവിയായിട്ട് അവനും കൊല്ലപ്പെട്ടു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപേ മരിക്കാൻ തയ്യാറായോ? ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയല്ലേ. നിങ്ങൾ മറുപടി പറഞ്ഞാൽ എല്ലാ പ്രശ്നവും ശരിയാകും. രാജകുമാരൻ യൂട്ടോങ്, നിങ്ങൾ എന്തായാലും ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. നീ ഒരു ദ്രോഹി തന്നെയാണ്. നീ ചെയ്തത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കുറ്റം. എന്നാൽ ഇന്ന് നടക്കുന്ന ചോദ്യോത്തരങ്ങളിൽ നീ ഉത്തരം നൽകി കഴിഞ്ഞാൽ ഞാൻ നിന്റെ തെറ്റുകൾ പൊറുക്കും. ഇല്ലെങ്കിൽ മരണശിക്ഷ. മരണദണ്ഡനയോ? കൊല്ലുമായിരുന്നെങ്കിൽ കൊല്ലും. നിനക്ക് ജീവനോടെ ഇരിക്കാൻ ഒരു അവസരം തരാം. എന്നാലും നീ അത് മറക്കുമോ? നീ എന്ത് ചെയ്യുന്നു? ഉത്തരം ഞാൻ പറയാം. ഇതിന് ഞാൻ ഉത്തരം പറയാം. എനിക്ക് ഒരു അവസരം തരൂ. ഈ പൊട്ടനെ ഇവിടുന്ന് വെളിയിലോട്ടയക്ക്. എനിക്കിതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇത് നിന്റെ ജോലിയല്ല. ആവശ്യത്തിലെ കാര്യങ്ങൾ നീ ഇടപെടണ്ട. നിക്ക്. നീ എങ്ങനെ മത്സരം നീ ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം യൂതോങ്ങും ഞാനും ഞങ്ങൾ തമ്മിൽ സഹോദരരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കൂ. ലൂയ, എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവർ സഹോദരങ്ങളല്ലേ. അതുപോലെ അവർ രാജകുടുംബത്തിലുള്ളതല്ലേ. തീർച്ചയായിട്ടും സഹോദരനെ സഹായിച്ചില്ലെങ്കിൽ വേറെ എന്തിനോ? ഞാൻ പറയണ കേൾക്കൂ സഹോദരങ്ങളെ. ഇതിൽ എന്ത് തെറ്റാ? അവരുടെ പ്രശ്നം തീർക്കണമെങ്കിൽ തീർക്കട്ടെ. അവർക്ക് അത് പിടിച്ചിരുന്ന അവൻ ചെയ്തു കൊണ്ടിരുന്നേ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അവൻ ചാകണമെന്നാണ് വിചാരിക്കുന്നത്. ഏ നീൽ, നിന്റെ മത്സരം അത് എന്താണെന്ന് നിനക്കറിയുമോ? ഞാൻ തോൽക്കുവാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഏൽക്കാം. നീ കരയിൽ തന്നെ നീന്തി കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അപ്പോളേ വിചാരിച്ചത് ശരിയായിരുന്നു. ശരി, നിന്റെ മാസ്റ്ററിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് ഞാൻ തരാം. മഹാരാജാവേ, രാജാവ് യൂത്താങ്കൊടിയുടെ സഹോദരൻ എന്ന സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവരെ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുത്തേക്കാം. ജനങ്ങൾ നിന്നെ ആദരവോടെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ഈ ഒരു അവസരം തരാം. രാജകുമാരിയുടെ ആദ്യ കടങ്കഥ കേൾക്കാൻ ആരംഭിക്കുമ്പോൾ അഗ്നി എരിയാൻ ആരംഭിക്കും. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ആകാശത്ത് വെടിക്കെട്ട് ആരംഭിക്കും. ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മരണശിക്ഷ വിധിക്കപ്പെടും.
നീയും രാജകുടുംബത്തിൽ ചേർന്നോ? ഞാൻ പറഞ്ഞതാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഞാൻ വന്നേ പറ്റൂ. ഇനിയും സമയം വൈകിട്ടില്ല. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു വേണ്ട, മനസ്സിലാക്കി. നിന്നെ ഒരു പ്രാന്തിയായി എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല. ഇതാണ് എൻ്റെ അവസാനത്തെ അവസരം. ഈ അവസരം നിനക്കും തന്നെയാണ്. നീൽ, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. ഈ ലോകത്തിലുള്ള ഒരു വസ്തു ഇരുട്ടിലാണ് രൂപം കൊള്ളുന്നത്, പ്രകാശത്തിൽ നശിച്ചു പോകും. അത് ഏത് വസ്തുവാണെന്ന് പറയേ. മകനെ, നീ എന്നോടൊപ്പം വാ. നിങ്ങൾ ആരാണ്? എന്നെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? മഹാരാജാവേ, താങ്കൾക്ക് ഒരുപാട് പരിക്കു പറ്റിയിരിക്കുന്നല്ലോ. കലാഫിനെ കൂട്ടി നീ ഇവിടുന്ന് പെട്ടെന്ന് പോയിക്കോ. എന്നെ കൊണ്ട് ശത്രുക്കളെ കുറച്ചു നേരത്തേക്ക് തടയാൻ പറ്റൂ. ഇല്ല, നമ്മൾ പല വർഷങ്ങളായി അതിനെ കാത്തിരക്ഷിക്കല്ലേ. ഇപ്പൊ ഇതാണിഞ്ഞ മതിയാവൂ. ഇല്ല, ഞാനിതിട്ടാൽ അതൊരു ശാപമായിരിക്കും. ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ദൈവമേ, എന്നോട് ക്ഷമിക്കേ. ഇതും മടിയോ? ഇതാണ് നമുക്ക് അവസാന അവസരം. വേണ്ട, അമ്മേ, ഇവിടുന്ന് പോയേക്കേ. എന്റെ മുമ്പിലേക്ക് വരല്ലേ, എനിക്ക് കാണാൻ കഴിയുന്നില്ല. നേരമായിരിക്കുന്നു. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉത്തരമുണ്ടോ? ഈ പയ്യനെ കൊണ്ട് കടങ്കഥയുടെ ഉത്തരം പറയാൻ സാധിച്ചില്ല. ഞാൻ അവരെ കണ്ടു. ഞാൻ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒന്നങ്ങോട്ട് മാറി നിൽക്ക്. കൊട്ടുവാതിൽ കണ്ടോ? ആരെയും കൊല്ലും എന്തായാലും. പാവം പയ്യൻ. ഓ, അവന്റെ ഒരു വിധി. എന്തായാലും ശരിയായിട്ടു. രാജാവും ഇവരൊക്കെ ഇങ്ങനെ
മരണവിധിക്കായി തയ്യാറായിക്കോളൂ. അച്ഛാ, അച്ഛാ, നില്ലിനെ രക്ഷിക്ക് അച്ഛാ. അച്ഛാ, അവനെ രക്ഷിക്ക് അച്ഛാ. ഈ ലോകത്തിലുള്ള ഒരു വസ്തു ഇരുട്ടിലാണ് രൂപം കൊള്ളുന്നത്, പക്ഷേ വെളിച്ചത്തിൽ നശിച്ചു പോകും. മോനെ, നീ നിന്റെ ഗുരുവിന്റെ കൂടെ പോയേ തീരൂ. ഇല്ല, ഞാൻ പോകില്ല. ഇല്ല ഇല്ല, ഞാൻ പോകില്ല. നീ പോയേ തീരൂ. നിന്നിലാണ് ഞങ്ങളുടെ അവസാന വിശ്വാസം. നിന്നിലാണ് ഞങ്ങളുടെ വിശ്വാസം. വിശ്വാസം, വിശ്വാസമാണത്. എനിക്ക് ഉത്തരമറിയാം. അതിനുള്ള ഉത്തരം ഇതാണ്: വിശ്വാസം. എടാ, അവൻ ശരിയാണ് ബദൽ പറഞ്ഞ്. വിശ്വാസം, 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 വിശ്വാസം. അവനെ തൂക്കിയെറി. ഈ കടുങ്കഥയ്ക്കുള്ള ഉത്തരം വിശ്വാസമാണ്. വിശ്വാസം. അച്ഛാ, അവൻ ബദൽ പറഞ്ഞ്. മാറി നിൽക്ക്. മാറടാ. അവനെ മാറ്. ഇവിടുത്തെ മാറി നിൽക്ക്. മാറ്. ഇങ്ങോട്ട് പോ. എടാ, അങ്ങോട്ട് പോ. മാറി നിൽക്കണം. മാറി നിൽക്ക്. ലിയോ, നമ്മുടെ കഥാനായകൻ കേൾക്കുന്ന കേൾക്കും എല്ലാവർക്കും അവർ ബദൽ പറഞ്ഞ്. ഇളവരസി വിവാഹം കഴിഞ്ഞില്ലേ? അപ്പൊ നീ രാജാന്റെ കുടുംബത്തിലെ ഒരു ആൾക്കാരായില്ലേ? താങ്കളൊന്നും മറക്കണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വേഗം മാറി നിൽക്ക്. രാജാമാരെ പറഞ്ഞു അറിയില്ലടാ. മാറ്. ഞാൻ ഇത്ര വർഷമായി എത്രയോ വട്ടം ദൈവത്തിനോട് കേണപേക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഇവൻ സത്യത്തിലുണ്ടല്ലോ അത്ഭുതമായ ഒരുത്തനാണ്. പക്ഷെ മഹാരാജാവേ, അവൻ രാജാവിന്റെ കുടുംബത്തിലുള്ളവനല്ല. ഇപ്പോൾ എനിക്ക് അതൊന്നും പ്രാധാന്യത്തിലല്ല. അവന് കുടുംബമില്ല. നല്ലത് തന്നെയാ. അവർക്ക് എല്ലാവരെക്കാളും അധികമായി ബഹുമാനവും അംഗീകാരവും ഞാൻ കൊടുക്കും. എന്തു പറയുന്നു മഹാരാജാവേ? നിങ്ങൾ പറയുന്നതാണ് ശരി. എന്നെ ഇതിന് അനുവദിക്കൂ. ശരി. നമ്മുടെ തളപതിയെ ഓർമ്മയിലിരിക്കട്ടെ, നാളെ ആ ചെറുക്കൻ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും പടക്കങ്ങളൊന്നും പൊട്ടാൻ പാടില്ല. മാസ്റ്റർ, നിങ്ങൾ ഇനിയും ഉറങ്ങിയിട്ടില്ലേ? ആ മലയ്ക്ക് പിന്നിലുള്ള വഴിയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? ആ വഴി നഗരത്തിലേക്കല്ലേ പോവുക? അതെ. ഇവിടുന്ന് പുറപ്പെട്ടു പൊക്കോളൂ. മാസ്റ്റർ, നാളെ നീ മരിച്ചു വീഴുന്നത് എനിക്ക് കാണാനാവില്ല. ഇല്ല, എനിക്കൊന്നും പറ്റില്ല. ഞാൻ ആ വളകൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാനിതിനു മുമ്പ് അതിനെ എവിടെയോ കണ്ട പോലെ എനിക്ക് ഓർമ്മയുണ്ട്. വായടയ്ക്ക്. നീ 3 കടങ്കഥയുടെ ഉത്തരം പറഞ്ഞാലും അവളെ വിവാഹം കഴിക്കാനാവില്ല. പക്ഷെ എന്തുകൊണ്ട്? നീ ആരാണെന്ന് നിനക്കറിയാമോ? അപ്പൊ ഞാനാരാ? നീ തന്നെ. ശരി, നമുക്കെല്ലാവർക്കും അവിടെ പോകാം. ലിയോയെ കൂട്ടി പോകാം. നമുക്ക് ഈ നഗരം വിട്ടു തന്നെ പോകാം. ഇല്ല, എനിക്കവളെ രക്ഷിക്കണം. ഞാൻ മരിച്ചാലും ശരി, ഞാൻ അവളെ രക്ഷിക്കും. ഈ വസ്തു സ്ത്രീകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കും.
പക്ഷേ പുരുഷന്മാർക്ക് അത് നല്ലതല്ല. ഇത് ഉടയ്ക്കാൻ പറ്റാത്ത മഞ്ഞുകട്ടയായാൽ സ്ത്രീയും പുരുഷനും മരിച്ചു പോകും. എല്ലാരും കൂടി മാറി നിൽക്കുക, മഴ വരുന്ന അറിയില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വേണ്ട മഹാരാജാവ്, വേണ്ട. നീ നിന്റെ ഗുരുവിനോടൊപ്പം പോ. നീ പോയേ തീരൂ. നിന്നിലാണ് ഞങ്ങളുടെ വിശ്വാസം മുഴുവൻ. ഞാൻ വരില്ല, എന്നെ കൊണ്ടുപോകലേ. ഇത് ഞാനാണ്. നിൽ, നിന്നെ ഇപ്പൊ 1000 ഇടത്ത് കീറി ജീവനോടെ കൊല്ലാൻ പോകുന്നു. ആദ്യത്തെ കീറ് ഇത് ദൈവത്തിന്. ഈ വസ്തു സ്ത്രീകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കും, പക്ഷെ പുരുഷന്മാർക്കത് നല്ലതല്ല. രണ്ടാമത്തത് ഭൂമിദേവിക്ക് അർപ്പിക്കുന്നു. ഇത് ഉടയ്ക്കാൻ പറ്റാത്ത മഞ്ഞുകട്ടയായാൽ സ്ത്രീയും പുരുഷനും രണ്ടുപേരും മരിച്ചു പോകും. ഇതിന്റെ ഉത്തരം രക്തമാണ്. ശരിക്കുള്ള ഉത്തരം രക്തമാണ്. വേഗം വാ, ആകാശത്ത് വെടിക്കെട്ട് നടത്താം. ഉത്തരം തെറ്റാ, കൊന്നേക്ക്. എന്റെ മൂന്നാമത്തെ കീറല് മൂപ്പറുകൾക്ക് സമർപ്പിക്കുന്നു. ഇത് നേരായിട്ട് അവൻ നെഞ്ച് പിളന്നുകൊണ്ടിരിക്കുന്നു. നടക്കട്ടെ. നിൽക്ക്, ഇന്ന് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൊട്ടാരത്തിൽ വെടിക്കെട്ട് നടക്കുന്നില്ല. ഈ നടുക്ക് എത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ദിവസത്തിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നേ.
ലൂസിയ ഇവിടുന്ന് പോയേക്ക്. ഞാൻ തീർച്ചയായും പോവില്ല. സൂക്ഷിക്കണം. അച്ഛാ, പോയി നീല രക്ഷിക്കൂ. എല്ലാരും നിർത്തിക്കോ, ഇല്ലെങ്കിൽ ആദ്യം ഞാൻ ഇവളെ കൊല്ലത്തുള്ളൂ. അവളെ വിട്ടേക്ക്. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ. ഇവൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിൽ, ഇപ്പൊ എങ്ങനെയുണ്ട്? നീൽക്കണ്ണ, മരുന്ന് കുടിക്ക്. എന്റെ ശരിക്കുള്ള പേര് കലാഫ്, അങ്ങനെയല്ലേ? എന്റെ അച്ഛനും അമ്മയും രാജാവും രാജകുമാരിയുമായി ജീവിച്ചവരല്ലേ? പറയേ, അവര് എല്ലാവരും മരിച്ചു. നിങ്ങളാണ് രക്ഷിച്ചത്. പറയേ മാസ്റ്റർ. അങ്ങനെയെങ്കിൽ നിനക്കെല്ലാം ഓർമ്മ വന്നോ? നീ ആ ചെറുക്കന്റെ കുടുംബത്തിനെ കുറച്ച് പുറത്ത് ചോദിച്ചോ ഇല്ലയോ? ഇതിനെപ്പറ്റി ആ ചെക്കനൊക്കെ ഒന്നും അറിയില്ല. ഇതൊന്നും സാധാരണമല്ല. നമ്മുടെ ജനങ്ങളൊക്കെ അവന്റെ പക്ഷത്തു നിന്ന് നീ കണ്ടതല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കേ. നിങ്ങൾ അവറിനെ എൻ്റെ കയ്യിൽ വിട്ടുകൊടുക്ക്. ഒറ്റ വിഷയം, ഇവിടെ നോക്ക്. നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനമാക്കോ, ഞാൻ കൊണ്ടുവന്ന്. ഒരുപാട് നേരമായല്ലോ, അച്ഛൻ ഇനിയും വന്നില്ലല്ലോ. പോകാം, അവര് നമ്മളെ പിന്തുടരുന്നുണ്ട്. വേഗം. വേഗം 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 പോയിക്കോ. പിടിക്കടാവന്മാരെ. പിടിക്കടാവുന്ന രണ്ടാളെയും. വേഗം വാ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇളവരസി വന്നടാ, പോയിക്കോ. അവനെ മുറിവേൽപ്പിക്കല്ലേ. എല്ലാരും തിരിച്ചു പോകും. നീൽ, നീ എങ്ങോട്ട് പോവുകയാ? എനിക്ക് എന്താണ് വേണ്ടത്? നീ തന്ന വാക്ക് പാലിച്ചില്ല. കൂട്ടുകാർക്ക് വാക്ക് നൽകൂ. നീ എന്റെ കൂട്ടുകാരിയല്ല. പിന്നെ എന്തിനാ നീ ഉത്തരം പറഞ്ഞത്? അത് വിചാരിക്കും എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ഇനി നമുക്ക് സംസാരിക്കണ്ട. വാ, നമുക്ക് മത്സരിക്കാം. തുടങ്ങാം. ശരി, നീ എന്നെ തോൽപ്പിച്ചാൽ നിനക്കിവിടന്ന് പോകാം. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. ഈ വസ്തു നിനക്ക് സ്വാതന്ത്ര്യം നൽകും.
അതേസമയം ഇത് നിന്നെ ബന്ധിതനുമാക്കും. മഞ്ഞുകട്ടയെ എന്ത് ചെയ്താലും ശരി, അത് നമുക്ക് തണുപ്പാണ് തരുന്നത്. ഉത്തരം പറയേ, സ്വാതന്ത്ര്യത്തിനുള്ള ഉത്തരം പറ. ഞാൻ നിന്നെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഉത്തരം വേണം. എന്നെ രക്ഷിക്ക്. എന്നോട് ക്ഷമിച്ചേക്ക്, എന്നെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ട് പറ്റില്ല? ആ ദൈവം നിനക്ക് തന്ന ശാപമാണ് ഇത്. മഞ്ഞിനേക്കാളും അലിഞ്ഞ മനസ്സ് പെണ്ണുങ്ങൾക്കാണ്. എന്റെ അടുത്തേക്ക് വരണ്ട. ടോറൻഡോട്ട്. രാജകുമാരി, രാജകുമാരി, രാജകുമാരി. താങ്കൾക്കൊന്നും പറ്റിയില്ലല്ലോ? അവിടെ ഒരു ചെറിയ പൂവുണ്ട്. അതിനും നീല നിറമാണ്. ആ പൂവ് ഓർമ്മയ്ക്കുള്ളതാണ്. നീല നിറത്തിലുള്ള പൂക്കളോ? അതൊരിക്കലും എന്നെ മറക്കില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ വരാനാ? ഇവരുടെ ഇടതുഭാഗത്ത് നെഞ്ചിൽ മുറിവേറ്റിരിക്കുന്നുണ്ട്. അവന് മുറിവ് പറ്റിയോ? ആ മഹാരാജാവേ, ഇവർ ഭാഗ്യം ചെയ്തവരാണ്. ഇവരുടെ അവയവങ്ങളൊക്കെ സാധാരണയിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നു. അവരുടെ ഹൃദയം വലതുഭാഗത്താണുള്ളത്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് രക്തം വാർന്നിട്ടും അവർ രക്ഷപ്പെട്ടു. ഞാൻ അവർക്ക് രാജമരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ അവർക്ക് ഭേദമായി തിരിച്ചു വരുന്നതായിരിക്കും. രാജാവിന് പ്രണാമങ്ങൾ. മഹാരാജനൊന്നുമല്ല. അച്ഛാ, അദ്ദേഹം ഗുണം പ്രാപിച്ചോ? ആ, അത് വളരെ നല്ലതാ. നല്ല തന്നെയാണ്. നീയും ഇവിടെ ഉണ്ടെങ്കിൽ അതും വളരെ നല്ലതാ. നിങ്ങളെല്ലാവരും ഇവിടെ എന്താ ചെയ്യുന്നേ? വരൂ, എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ. എല്ലാവരും എന്നൊപ്പം വരൂ. ഏയ്, ഇതുവഴി വാ, എന്റെ കൂടെ വാ, വേഗം വാ. വരാൻ പറഞ്ഞില്ലേ? എന്റെ തോട്ടത്തിലുള്ള പൂക്കളെല്ലാം നിനക്ക് കാണിച്ചു തരാം. നീൽ, നിന്റെ കണ്ണുകൾ ആകാശത്തെ പോലെ നീല നിറമാണ്. നിനക്ക് സുഖമാണോ നീൽ? നീൽ, എനിക്കെന്നൊരു പേരുണ്ട്. എന്ന് വെച്ചാൽ നീൽ നിന്റെ പേരല്ലേ? എന്റെ ശരിക്കുള്ള പേര്. അപ്പോൾ നിന്റെ അച്ഛനും അമ്മയും വെച്ച പേരിതല്ലേ? ഇല്ല. ഓ, ഇതിപ്പോ ആവശ്യമാണോ?
എന്റെ അച്ഛൻ എല്ലാവരുടെ തെറ്റുകളും ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹം വരിയും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അഞ്ജലിയും ചെയ്തു. ലാംബുനാട് ഉടമ്പടിയും അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ നാട് നിന്നോട് കടമപ്പെട്ടിരിക്കുന്നു. ഇതിനും എനിക്കും ഒരു ബന്ധവുമില്ല. നിനക്ക് ശാപത്തിൽ നിന്ന് മോക്ഷം തന്നിരിക്കുന്നു. ഇപ്പൊ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയേ. എന്റെ പേരെന്താണ്? ഞാൻ ആരാണെന്ന് പറയേ. ഇത് മാത്രം എനിക്ക് പറയേ. നാളെ എന്റെ 18ാമത്തെ ജന്മദിനമാണ്. നമ്മുടെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നീ മുൻകൂട്ടി എന്നെ ആ ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കേ. നീ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിനക്കറിയണ്ടേ? സത്യം ചെയ്യുന്നു. നിന്നെ കൊണ്ട് പറ്റൂലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കണ്ട. ഞാൻ നിന്നെ ഒന്നും പറയില്ല. എന്താ അത്? ഞാൻ കൊടുത്തുവിട്ട സ്വർണ്ണ പുസ്തകവും കത്തിയും വേണ്ട എന്ന് പറഞ്ഞോ? അത് മാത്രമല്ല, ഇവരുടെ പേര് അവർ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അവർ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇലവശി തടയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ഇപ്പം നിങ്ങൾ പോവുകയാണോ? വേഗം പൊക്കോ. പോയിട്ട് അദ്ദേഹത്തോട് പറയൂ, ആര് എന്ത് എന്നുള്ള വിഷയം കണ്ടുപിടിച്ച് എന്നോട് പറയൂ. ഈ 3 സാധനങ്ങളും ഒന്നു ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മായയാകാൻ ശക്തി ലഭിക്കും. ആ വളയുടെ സ്വന്തക്കാരുടെ രക്തം ഒഴികെ വേറെ ആരെക്കൊണ്ടും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. യുവരാജാവേ, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. നമ്മൾ ജയിച്ചിരിക്കുന്നു. കാരണം നിനക്ക് ഒരുപാട് അറിയാം. 10,000 രൂപ സമ്മാനമോ? എന്റെ പേര് നീലല്ല. എനിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്, അറിയില്ലേ? ഖിലാഫ്. ഇവിടെ നോക്ക്. ഞാൻ നിന്റെ സഹോദരി ലിയോ. നീ എന്റെ ജ്യേഷ്ഠൻ നിൽ. എന്റെ അനിയത്തി ലൂസിയോ? വാ, ഇവിടെ നിന്ന് വേഗം പോകാം. വാ. പക്ഷെ നമ്മൾ എങ്ങോട്ടാ പോവാ? നിന്നെ ആരും അറിയാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അത് എന്തിനാണ്? എല്ലാവരും എൻ്റെ പേരിനെ കുറിച്ച് വിഷമിക്കണം. അതുകൊണ്ട് എൻ്റെ ജീവിതം എങ്ങനെ പാഴായെന്നതിനെ കുറിച്ച് അവരറിയണം. നീ ആരാണെന്ന് അറിഞ്ഞാൽ അവർ നിന്നെ കൊല്ലും. കൊല്ലൂല. ഞാൻ അവളെ രക്ഷിച്ചില്ലേ? ഞാൻ ചെയ്ത സഹായം അവർ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അവളെ വിട്ട് അകന്ന് നിൽക്കാൻ കഴിയില്ലല്ലേ? പറ്റില്ല. എന്താണെന്ന് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണല്ലേ? ഇത് പ്രണയമല്ല, ഇത് വെറുപ്പാണ്.
ഞാൻ ആദ്യം വിചാരിച്ച കാര്യം എല്ലാം തെറ്റാണ്. നീ എന്തിനാ കരയുന്നേ? ലൂസി, കരയില്ലേ. നീ എപ്പോഴും ചിരിച്ചോണ്ടേയിരിക്കണം. നീ ഒരു മണ്ടനാണ്. ഇതിൽ നിന്റെ ഒരു തെറ്റുമില്ല. ഇതെല്ലാം എന്റെ തെറ്റാണ്. പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാനും തയ്യാറാണ്. നിനക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നോട് ക്ഷമിച്ചേക്ക്. ക്ഷമയൊന്നും ചോദിക്കണ്ട. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ പോവാ. ഇവിടെ തന്നെ നിൽക്കുക. വാതിൽ വരെ വന്നു അല്ലേ? ആ ഭാഗത്തേക്ക് വരൂ. ശല്യം ചെയ്യുന്നതിന് ക്ഷമിച്ചേക്ക്. വേറെ വഴിയില്ലാത്ത കൊണ്ടാ വന്നേ. ഇന്ന് നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? മുഖ്യമായ വിഷയങ്ങളില്ലെങ്കിൽ നീ വരാറില്ലല്ലോ. ആരെങ്കിലും ഉത്തരവ് കേൾക്കാണ്ടിരുന്നാൽ എനിക്ക് എന്നെ തന്നെ തടയാൻ പറ്റില്ല. അത് നമ്മുടെ മാസ്റ്ററായിരുന്നാലും ശരി. നിന്റെ ഭ്രാന്ത് പരിപാടികൾ കാരണം മഹാഗുരു നിന്നെ വെളിയിലയച്ചു. നീയും ഞാനും ഒരിക്കലും ഒന്നായിട്ടിരുന്നിട്ടില്ല. ആ നീലെന്ന് പറഞ്ഞവൻ എവിടുന്നാ വന്നേക്കുന്നെന്ന് പറയേ. അതറിയേണ്ടത് നിന്റെ ജോലിയുമല്ല. അപ്പൊ നീ ആ വലിയ യാത്രയ്ക്ക് പോവാൻ പോവുകയാണോ? പക്ഷേ നിന്നെ കൊണ്ട് പോവാൻ പറ്റില്ല. ഈ ശക്തി നിനക്ക് കിട്ടിയോ? നീ ശരിക്കും മനസ്സിലാക്കിയല്ലേ? രാജകുമാരി ലീർ താങ്കളെ കാണാൻ വന്നിരിക്കുന്നു. ലൂബിയാർ, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിയണം. അതും പ്രധാനപ്പെട്ടത്. നീലെ പറ്റിയുള്ള കാര്യം. രക്ഷിക്കൂ. നീ കുറെ നേരം എന്റെ സമയങ്ങൾ അവനെ വലിച്ചോണ്ട് പോകും. നിക്ക് മഹാറാണി, നിങ്ങളുടെ കയ്യിൽ ആ 3 വളകളുടെ ശക്തിയില്ല. അത് കാരണം നിങ്ങളുടെ കാമുകിനെ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹത്തെ വിട്. തീർച്ചയായിട്ടും വിടത്തില്ല. ഇപ്പൊ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നോക്കുക, നമ്മുടെ നാടിനെ വെറുക്കുകയാണ്. ഇവനെ എങ്ങനെയാ വിടുന്നത്? നിങ്ങളുടെ അച്ഛനും ഇതിന് സമ്മതിക്കില്ല. ശരിയായിട്ട് പറഞ്ഞു നിങ്ങള്. നമ്മന്റെ അടുത്ത് അത് കാണാൻ ആധാറുണ്ട്. മാൽവിയാന്റെ അടയാള മുദ്ര നമ്മന്റെ അടുത്ത് ഉണ്ട്. ഞാൻ അച്ഛനോട് സംസാരിക്കാം. ഞാൻ ഇദ്ദേഹത്തോട് കടമപ്പെട്ടിരിക്കുന്നു. പകയുണ്ടെങ്കിൽ അത് സംസാരിച്ച് ശരിയാക്കാം. പറ്റില്ല. എന്റെ അച്ഛനമ്മേനെ കൊന്നത് നിങ്ങളാണ്. ഞാനിത് ഒരിക്കലും മറക്കില്ല. കേട്ടില്ലേ? സ്നേഹവും കൂട്ടുകാരും എന്താന്ന് ഇവൻ അറിയില്ല. അത് കാരണം ആദ്യം ഇവനെ കൊല്ലാൻ പോവുക. അതിനുശേഷം മഹാരാജാവിന്റെ അടുത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞയക്കും. നിർത്തൂ. നിങ്ങൾ അദ്ദേഹത്തെ വിട്ടയക്കുമെങ്കിൽ നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം. എന്തു പറഞ്ഞാലുമാണോ? നിങ്ങളെ എന്റെ തളപതിന്റെ വിവാഹം ചെയ്യുന്നു. ഏതെങ്കിലും എണ്ണെങ്കിലും ഇണ്ട നീളും നിങ്ങളുടെ വിവാഹം കളിക്കാൻ ഇഷ്ടമില്ല. അതിന്റെ കാര്യം നാളെ നിങ്ങൾ തളപതിയോടെ നിശ്ചയം കളിക്കണം. ഇത് മഹാരാജാവിനും സുഖമായിട്ട് പരിപാടി ഉണ്ടാവും. നാളെ തന്നെ
മഹാരാജാവിന്റെ മുമ്പിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇവനെ ഒരു ചെറിയ വര പോലും ഇല്ലാണ്ട് ഞാൻ ചുമ്മാ വിട്ടേക്കും. ടൊറന്റോട്ട്, എന്റെ ജീവന് വേണ്ടി നീ ഇതുപോലെ ഒരുത്തിനെ കല്യാണം കഴിക്കരുത്. ശരി, നിങ്ങൾ എന്താ തീരുമാനിച്ചേ? അതിനപ്പുറവും ഇദ്ദേഹത്തെ മുറിവേൽപ്പിച്ചാൽ ഇന്ന് രാത്രി ഇവനെ ഞാനാ കാവൽ കാക്കുന്നേ. നിങ്ങൾ ഒരു രീതിയിലും ഒരു കാര്യം ചെയ്യാൻ ചിന്തിക്കേണ്ട. എടുത്തു കഴിഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടാടാ? ഇത് അരമനയിലേക്ക് കൊടുത്തുവിടാൻ പറഞ്ഞ് ടൊണായുടെ തുണത്തലപതി പറഞ്ഞായിരുന്നു. ആകാശ വെടിക്ക് മാസ്റ്റർ പറഞ്ഞു. പുറകെ പോകാം. ശരി, വാ പോവാ. വേഗം പോ, വേഗം പോവാൻ, പെട്ടെന്ന് നോക്ക്. നീൽ, ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞായിരുന്നു. നിന്നെയും രാജകുമാരിയെയും കല്യാണം കഴിപ്പിച്ച് നിങ്ങളുടെ ജീവിതം കാണാൻ ആഗ്രഹിച്ചു. എന്നാ നീ ശത്രുവിൻ്റെ ചാരനാണെന്നറിഞ്ഞു. എന്നാൽ പിന്നെ നീ രാജകുമാരിയെ രക്ഷിച്ചു. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. നിങ്ങൾ എപ്പോഴും എന്റെ ശത്രുവാണ്. നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചിരിക്കല്ലേ, പിന്നെ എന്തിനാ പാവം നോക്കുന്നേ? എന്നെ കൊന്നേക്ക്. വാടയ്ക്ക് രാജാവ് തന്നെ നിന്റെ അടുത്ത് പാവം നോക്കുവാണ്. എങ്കിലും നീ ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നേ? നിനക്ക് മരിക്കണോ? നിന്നെ ഞാൻ തന്നെ കൊല്ലുവെന്ന സത്യം ചെയ്തേക്കുന്ന. ഞാൻ നിന്റെ എതിരാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നീ എൻ്റെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ചു? അതെല്ലാം ഇവന്റെ തന്ത്രങ്ങളാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ വിശ്വാസം ഇവന് കൈപ്പറ്റണമെന്ന്, അതിനുശേഷം നിങ്ങളെ പ്രതികാരം ചെയ്യണമെന്ന്. എല്ലാ തെറ്റും നീ ചെയ്തിട്ട് നീ മറ്റുള്ളവരെ കുറ്റം പറയുന്നോ? മാൽവിയ നാട്ടിലേക്ക് നമ്മുടെ സൈന്യത്തെ നയിച്ചുകൊണ്ട് പോയത് നീയാണ്. നമ്മൾ അയച്ച അവനെയും ഇവര് കൊന്നുകളഞ്ഞു. അതുകൊണ്ടാ മാൽവിയ നാടിനെ ഞങ്ങൾ തന്നെ നാശമാക്കിയത്. ഇത് നേരല്ല. ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ ഒരു സാക്ഷിയുണ്ട്. താങ്കൾക്ക് എന്തു പറ്റി? താങ്കളെ ഇങ്ങനെയാക്കിയത്? ഈ വൃത്തികെട്ട യുവരാജാവ് ഭയമാണ് അങ്ങനെ ചെയ്തത്. എനിക്കറിഞ്ഞത് വച്ച് മാൽവിയുടെ മേലിൽ നടന്ന ആക്രമണത്തിന് കാരണം മുഴുവനും ഈ ബോവാന്റെ അത്യാഗ്രഹം കാരണമാണ്. കൂട്ടുകാരെ, എല്ലാരും തയ്യാറല്ലേ? അങ്ങനെയാണെങ്കിൽ ആരംഭിക്കാം. ആക്രമിക്കേ! നിക്കൂ തളപതിയാരെ. ആദ്യം സമാധാനം സംസാരിക്കാനാണ് മഹാരാജാവ് പറഞ്ഞത്. ഒരു സമയം സമാധാനമായി പോയാൽ ശണ്ട നമുക്ക് ആവശ്യമല്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ ഉപകാരമുള്ളത്? നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ ഇവിടെ എത്തിയേക്കുന്നത്. നിങ്ങൾ അനങ്ങാണ്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്നാ മതി. ഞാൻ പറയുന്നത് ശരിയല്ലേ ധീരന്മാരെ? ഇത് മഹാരാജയുടെ കട്ടളയ്ക്ക് എതിരാണ്. ഇതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ നിന്നെ ആ ചാരനായിട്ട് നീ പോയ ആ മാൽവിയ നാട്ടിനെ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടുണ്ടാക്കും. പോയി ഇവിടുന്ന്. യുദ്ധത്തിന്റെ വിധിമുറകളെ അദ്ദേഹം കേട്ടില്ല. നമ്മൾ അയച്ച നമ്മുടെ കൂട്ടുകാരനായ ചാരനെ അവരാക്രമിച്ച് കൊന്നുകളഞ്ഞു. ഇത് കാരണം മാൽവിയ നാടിന് ഒരു വലിയ ശിക്ഷ കൊടുത്തേ പറ്റൂ. ബോയാങ്, ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ശരിയാണോ? സത്യമാണ് രാജാവേ. അതുകൊണ്ട് എന്താ? ഞാൻ നിന്നെ കൊന്നേക്കോടാ. നമ്മുടെ മൊത്ത സാമ്രാജ്യവും നമ്മുടെ ജനങ്ങളുടെ ജീവനും ചോരയും കൊടുത്താണ് ഉണ്ടാക്കിയെടുത്തത്. ചിലരെ കൊല്ലുന്ന കാരണം എന്താ പറ്റാൻ എന്നെ ബോയാൻ, നീ യുദ്ധത്തിന് തയ്യാറായോ? എന്റെ അച്ഛനും യുദ്ധത്തിൽ മരിക്കാണ്ടിരുന്നിരുന്ന നിങ്ങൾക്ക് ഈ രാജാവും ഈ കിരീട പദവിയും ഒന്നും കിട്ടാണ്ടിരുന്നേനെ. സൈനികളെ, ഓടിക്കോ, എല്ലാവരും ഇവിടുന്ന് ഓടിക്കോ, വേഗം.
വേഗാവട്ടെ. ഓടിക്കോ. ഓടി രക്ഷപ്പെട്ടോ. എല്ലാവരും ഓടിക്കോ. ഇതാ നീൽ, ഇത് പിടിക്ക്. ഞാൻ മൊത്തത്തിൽ തയ്യാറായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കാരണം ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസം. അതുകൊണ്ട് എന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമ്മാനം. അയ്യോ വെടിമരുന്ന്, ഓടിക്കോ, എല്ലാരും ഓടിക്കോ. ഇപ്പൊ നമുക്ക് ആരംഭിച്ചാലോ? നിങ്ങളെല്ലാരും ഞാൻ ചാമ്പലാക്കും. ഓടിക്കോ തീ, ഓടിക്കോ. ഈ വെടിക്കെട്ട് മനോഹരമായിരിക്കുന്നു. ഭംഗിയുണ്ട്, പക്ഷെ നിന്റെ അത്രയില്ല. വെടിമരുന്ന് എവിടെ പോയി? എവറിനോ ഇത് മാറ്റിവെച്ച്. മൊത്തം തെണ്ടി. ചതയൻ ഭുയാൻ, നിന്റെ ആയുധങ്ങൾ താഴെയിട്ടിട്ട് എന്നോട് കീഴ്പ്പടയുക. എത്രയോ വർഷങ്ങളായി ഇരുട്ടിൽ താമസിക്കുന്നു. അച്ഛാ സൂക്ഷിക്കണേ. മഹാരാജ, അവന്റെ ഈ ശാപവരമുണ്ട്. ഈ വാൾ ദേശദ്രോഹികളെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇതിന്റെ മുനയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. ശരിക്കും എനിക്ക് അഭിമാനിക്കുന്ന സമയമാണ്. ആ ദൈവത്തിന്റെ ഉത്തരവ് ഞാൻ ഏറ്റോളാം. നിങ്ങളെ കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സിംഹാസനവും നിങ്ങളുടെ സ്നേഹമുള്ള മഹാറാണിയും എനിക്ക് തന്നെയായിരിക്കും. എന്താ പറ്റുമോ? നിന്നെ അച്ഛാ,
ആദ്യം നീ മരിക്ക. വേഗം എന്നോടൊപ്പം വാ. ഇതൊക്കെ ചെറിയ കാര്യമാണ്. സൂക്ഷിക്കണം. ഇവിടെ വെക്ക്, ഇവിടെയും വെക്ക്, ഇവിടെയും വെക്ക്. വേഗം വാ പോകാം. എല്ലാം അവസാനിച്ചു. ഇല്ല, ഇപ്പോഴാണ് എല്ലാം തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് പോകാം. ഇന്ന് നിങ്ങൾ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ടൊറന്റോ രക്തം.
ടൊറന്റോട്ട് ടൊറന്റോട്ട് എന്നെ നോക്കിയേ. ടൊറന്റോട്ട് എന്നോട് ക്ഷമിച്ചേക്ക് ഗാലാഫ്. നീ എന്നെ നില്ലെന്ന് വിളിക്ക്, അതാണ് എനിക്കിഷ്ടം. വെടിക്കെട്ടിന്റെ രഹസ്യം എന്നെ കല്യാണം കഴിക്കുന്നവർക്ക് സ്ത്രീധനമായി കിട്ടും. ആ രഹസ്യത്തെ ഞാനാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ആ നിധി നിനക്ക് തന്നെ സ്വന്തമായി തരാം. എനിക്ക് പകരം അത് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ടൊറന്റോട്ട് 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 മഹാരാജാവ് പോകണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ കലാഫ് തൻ്റെ യാത്ര ഒറ്റയ്ക്ക് തുടർന്നു. തൻ്റെ മാൽവിയ നാട്ടിലേക്ക് തിരിച്ചു വന്ന ഉടനെ പാശ്ചാത്യ ലോകവും വെടിക്കെട്ടു വിദ്യകൾ പഠിച്ചെടുത്തു. അതിലൂടെ അവൻ തൻ്റെ നാടിനു വേണ്ടി സമാധാനവും നല്ല ഭരണവും സമ്മാനിച്ചു.